അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈക്ക് അടിപൊളിയായിട്ട് നമ്മളങ്ങ് പോളിഷ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഈ ബൈക്കിനാണെങ്കിൽ ആകെ കംപ്ലീറ്റ് ഇപ്പൊ സ്ക്രാച്ചും മങ്ങലും ഒക്കെയാണ്. ഇതുണ്ടോ, ഇതാ മൊത്തം ഒരുമാതിരി സ്ക്രാച്ച് ആയിട്ട്, സ്ക്രാച്ചും അതുപോലെ തന്നെ എല്ലാ വെള്ളപ്പാണ്ടും ഒരു വെയിലത്തെ കിടന്ന് ഒരു മങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം അടിപൊളിയായിട്ട് പോളിഷ് പുതിയതുപോലെ ആക്കാനായിട്ട് പോകണം. അപ്പൊ നമ്മൾ അതിനെടുത്തിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ പെപ്സി, അതുപോലെ 2Kയുടെ റബ്ബിംഗ് ഓമോണ്ട്, അതുപോലെ ഹാൻഡ് വാഷ്, കുറച്ച് കോട്ടൺ വെസ്റ്റ്, ഇത്ര ഐറ്റം വെച്ചിട്ടാണ് നമ്മളിന്ന് അടിപൊളിയായിട്ട് പോളിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ റബ്ബിംഗ് ഓമോണ്ട് ഇട്ട് നമ്മൾ ഈ സ്ക്രാച്ചുകൾ കംപ്ലീറ്റ് മാറ്റുക. കഴിഞ്ഞാൽ 2Kയുടെ റബ്ബിംഗ് ഓമോണ്ട് ആണ്. അപ്പൊ നമ്മൾ ആ റബ്ബിംഗ് ഓമോണ്ട് എടുക്കുക. ഉണ്ടോ, അപ്പൊ നമ്മുടെ എല്ലായിടത്തും റബ്ബിംഗ് ഓമോണ്ട് തൂക്കുക, സ്ക്രാച്ച് ഉള്ളിടത്തും പാടുള്ളിടത്തെല്ലാം. ഈ കോട്ടൺ വേസ്റ്റ് എടുത്തിട്ട് നമ്മൾ റൗണ്ടിലായിട്ട് തൂക്കുക. ഇതുണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് തൂക്കുക. ഇപ്പൊ തന്നെ കാണാം ഇവിടുത്തെ ഈ വെള്ളപ്പാടുകളും കംപ്ലീറ്റ് മാറുന്ന നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എപ്പോഴും നമ്മൾ തൂക്കുമ്പോൾ ഇത് റൗണ്ടിലായിട്ട് തൂക്കുക, എന്നേ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ടായി വരുള്ളൂ. അപ്പൊ തന്നെ നല്ല തിളക്കം വന്നുണ്ട്. വലിയ സ്ക്രാച്ച് ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് പാടും കാര്യങ്ങളെല്ലാം മാറും ഇതിന്ന്. നമ്മൾ ഒരു റൗണ്ട് തേച്ചിട്ടുണ്ട്, ഇനി ഒന്നോടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ ഏകദേശം 2 പ്രാവശ്യമെങ്കിലും നല്ലപോലെ റബ്ബിംഗ് ഓമോണ്ട് ഇട്ടിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വൈറ്റ് പാടുകളെല്ലാം ഏകദേശം എല്ലാം പോയിട്ടുണ്ട്. ഈ ഒരു കോട്ടൺ വേസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് വൃത്തിയാക്കുക. ഇപ്പൊ നമ്മൾ സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോളിഷ് ചെയ്യുന്നത്. അതിന് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് പെപ്സിയാണ്. ഇനിയും കുറച്ച് ഹാൻഡ് വാഷ് ആണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ആകണം ഇത്. മിക്സായി വരുമ്പോൾ ഏകദേശം ഈ കളറാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ചെറിയ സ്പോഞ്ചിന്റെ കഷ്ണം എടുക്കുക, പിന്നെ നല്ലപോലെ ഒന്ന് മുക്കുക, ചെറുതായിട്ടൊന്ന് പിഴിയുക. നമ്മളിങ്ങനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്ന് വെള്ളം ഇതൊന്ന് വലിഞ്ഞു കഴിയുമ്പോഴത്തോടെ നമുക്കൊരു തുണി ഇട്ടിട്ട് തൂക്കണത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കണ്ട പോളിഷ് ചെയ്തിപ്പോ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തോടെ നല്ലൊരു വ്യത്യാസം. ഇതുണ്ട്, ഈ പരുവായിരുന്നു, ഇതേപോലെ കളറായിരുന്നു. ഇപ്പൊ കണ്ടില്ല, നല്ല ബ്ലാക്ക് കളറായി. അപ്പൊ നിങ്ങളുടെ ബൈക്ക് ഇതുപോലെ പോളിഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കൊക്കോക്കോളയോ പെപ്സിയോ, അതുപോലെ ഹാൻഡ് വാഷ്, 2Kയുടെ റബ്ബിംഗ് ഓമോണ്ട് മതി. 2Kയുടെ റബ്ബിംഗ് ഓമോണ്ടും കുറച്ച് കോട്ടൺ വേസ്റ്റും ഉണ്ട്. അടിപൊളിയായിട്ട് ബൈക്ക് ഫുള്ള് നമുക്ക് പോളിഷ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ വൈസർ മാത്രമേ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഫുള്ള് പോളിഷ് ചെയ്യുകയാണ്. ഇതുപോലെ അടിപൊളിയായിട്ട് തിളങ്ങിയിരിക്കുക. എത്ര മങ്ങിയ ബൈക്കാണേലും ശരി, നമുക്ക് അടിപൊളി പുതിയതുപോലെ തന്നെ പോളിഷ് ചെയ്തെടുക്കാനായിട്ട് ചെറിയ ചെലവിൽ. അപ്പൊ ഓക്കെ, ബൈ.